പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈ പുണ്യഭൂമിയിലേക്ക് എനിക്ക് വരാനും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനും എന്നെ അമ്മയും തിരുക്കുമാരനും അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ അമ്മയ്ക്ക് കോടാനും കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സാലി ബാബു. കാണക്കാരിലാണ് എൻ്റെ വീട്. ഞാൻ UK-യിൽ 15 വർഷമായിട്ട് താമസിക്കുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ബാബു ലൂക്കോസ്. ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി അറിയുന്നത് എൻ്റെ കൂട്ടുകാരി ശ്യാമ എനിക്ക് ഇവിടുത്തെ ഒരു കൃപാസനം പത്രം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ തന്നെ ഞാൻ ഓൺലൈൻ പ്രയർ റിക്വസ്റ്റ് ഇടുകയും പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. കാരണം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. 12 വർഷമായിട്ട് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്. 9 വർഷമായിട്ട് ഞങ്ങൾക്ക് വിസ ഇല്ലായിരുന്നു. വിസ ഓരോ ആപ്ലിക്കേഷൻ ഇടുന്നതും അത് റിജക്ഷൻ വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 2025 ഓഗസ്റ്റ് 6-ന് ഫാദർ ജോസഫ് എയിൽസ്ഫോർഡ് കെൻറ്റിൽ ഒരു റിട്രീറ്റ് നടത്തി. അപ്പോൾ ഞാനും 2 കുട്ടികളും പോയി അവിടെ ഉടമ്പടി എടുക്കുവാൻ ഇടയായി. ആ ഉടമ്പടി എടുത്ത് ഞാൻ 6 നിയോഗം വെച്ചതിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നിയോഗം എനിക്ക് സാധിച്ചു കിട്ടി. 2 മാസത്തിനുള്ളിൽ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അതേ ഡേറ്റിൽ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് അത് സാധിച്ചു തന്നു. ഒക്ടോബർ 13 ഫാത്തിമ മാതാവിൻ്റെ അപ്പാരിഷൻ ഡേയിലാണ് ഞാൻ ഒരു ഡേറ്റ് ഇട്ടത്. എനിക്ക് വിസ തന്ന് എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് അതേ ഡേറ്റിൽ തന്നെ എനിക്ക് വിസ അടിക്കുകയും എനിക്ക് വിസ അപ്രൂവായി കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ആ വിസ അടിച്ചതിൽ തന്നെ എനിക്ക് ഫുൾ ഗവൺമെൻറ് സപ്പോർട്ടോടു കൂടിയുള്ള എല്ലാ ബെനിഫിറ്റോടും കൂടിയാണ് എനിക്ക് വിസ കിട്ടിയത്. അങ്ങനെ ഒരു ഇന്നേ വരെ UK-യിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്. വീണ്ടും ഞങ്ങൾക്ക് വീടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഞാനൊരു ഹോം കെയർ ചെയ്യുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. കോർട്ട് ഓർഡർ കിട്ടി. പക്ഷേ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജോസഫച്ചൻ വന്നപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പലവട്ടം ശ്രമിച്ചെങ്കിലും എനിക്ക് ജോസഫച്ചനെ കാണാനും എൻ്റെ ഈ പ്രശ്നം പറയുവാനും എനിക്ക് സാധിച്ചില്ല. പിന്നെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 27-നാണ് എനിക്ക് അവിടെ നിന്നും പോകേണ്ടിയിരുന്നത്. ഞാൻ ഒക്ടോബർ 25-ന് ഡേറ്റ് ഇട്ടു. അതേ ഡേറ്റിൽ തന്നെ എനിക്ക് അമ്മ മാതാവ് വീട് അപ്രൂവ് ചെയ്തു തന്നു. കൗൺസിൽ ഫ്ലാറ്റ് 4 ബെഡ്റൂമിൻ്റെ ഹൗസ്. അങ്ങനെ പറഞ്ഞ ഡേറ്റിൽ ഒക്ടോബർ 27-ന് 4 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് രാവിലെ 8 മണിക്ക് തന്നെ അവർ തന്നെ വണ്ടി അറേഞ്ച് ചെയ്ത് അവരുടെ ചിലവിൽ എന്നെ പുതിയ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചു. അതും നല്ല സൗകര്യമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം അടുത്തുള്ള ട്രാൻസ്പോർട്ട് സൗകര്യമുള്ള ചർച്ച് വിതിൻ 5 മിനിറ്റിൽ എനിക്ക് ചർച്ചിൽ പോകാൻ പറ്റിയ ഒരു കത്തീഡ്രൽ പോലെയുള്ള ഒരു ചർച്ച് അടുത്ത് അത്രയും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് എനിക്ക് പുതിയ അക്കോമഡേഷൻ കിട്ടിയത്. ഞങ്ങളുടെ യാത്ര ഉടനീളം മഴവില്ല് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കത് കാണാൻ പറ്റുമായിരുന്നു. അത് ഞങ്ങളെ അതിശയപ്പെടുത്തി. ഇത് ഞങ്ങൾക്ക് അമ്മ മാതാവ് തരുന്ന വീടാണെന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ സ്ഥിരീകരിച്ചു. പിന്നെ ഞങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടിരുന്നു. അത് 12 വർഷമായിട്ട് ഞങ്ങളുടെ ലോക്കറിലുണ്ടായിരുന്നു ബാങ്കിൻ്റെ. പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് എവിടെയാണെന്ന്. അങ്ങനെ അവസാനം ബാങ്ക് മാനേജർ പറഞ്ഞു, നിങ്ങളുടെ ലോക്കർ ഇപ്പോഴും ആക്റ്റീവാണ്, നിങ്ങൾ അത് തുറക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കീ ഉണ്ടായിരുന്നു. ഞങ്ങളത് തുറന്നപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾക്ക് തിരികെ കിട്ടി. പാസ്പോർട്ട് റിന്യൂ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര തടസ്സമായിരുന്നു. പോകുമ്പോഴെല്ലാം ഓരോ സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്കെന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എഡിൻബറ എന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് നിൽക്കുമ്പോൾ ട്രെയിൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്ക് ഓൺ ടൈമിൽ എത്താൻ പറ്റില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചപ്പോൾ ഉടനെ തന്നെ അനൗൺസ്മെൻറ്റ് കിട്ടി അടുത്ത പ്ലാറ്റ്ഫോമിൽ പോകാൻ. അങ്ങനെ ഞങ്ങൾ സമയത്ത് ചെന്ന് ഞാൻ ഉപ്പും തൈലവും ഉപയോഗിച്ച് കുരിശ് വരച്ച് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. പറഞ്ഞതിലും മുൻപ് തന്നെ എനിക്ക്
ഞങ്ങളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടി. അങ്ങനെ 12 വർഷമായിട്ട് നാട്ടിൽ വരാൻ കഴിയാതിരുന്ന എൻ്റെ അമ്മയെ കാണുവാനും എൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ കാണുവാനും എനിക്ക് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ എനിക്ക് ഈശോ വഴിയായി ഇടയാക്കി തന്നു. ഇവിടെ വന്നിട്ട് ഞാൻ രോഗികളെ സന്ദർശിക്കുകയും എന്നാൽ കഴിയും വിധമുള്ള ഡൊണേഷൻസൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പത്രം ഇപ്പോൾ ഞാൻ പോകാൻ സമയം 6 ബണ്ടിൽ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഞാൻ കൊണ്ടുപോയി അത് വിതരണം ചെയ്യും. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കാശ് രൂപവും ഉപ്പും മറ്റുള്ളവർക്ക് വാങ്ങി അവിടെ കൊടുക്കാറുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ പോകുന്നവരുടെ കൈവശം പൈസ കൊടുത്തു വിട്ട് വാങ്ങി കൊടുക്കുമായിരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഇപ്പോൾ അടുത്ത് പള്ളി ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോകാനും കുർബാനയിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കുവാനും സാധിക്കുന്നുണ്ട്. ഞാനും ജീവിത പങ്കാളിയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കുമ്പസാരിക്കുന്നത് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കാറില്ല, എങ്കിലും സൗകര്യം കിട്ടുമ്പോഴൊക്കെ കുമ്പസാരിക്കാറുണ്ട്. ജപമാല എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോൾ അവിടെ ഒരു ഫണ്ട് റൈസിങ് നടത്തുന്നുണ്ടായിരുന്നു. അത് ഒരു ചർച്ചിൽ നിന്നും 8.5 കിലോമീറ്റർ അകലെ ഒരു കോൺവെൻറ്റ്, അത്രയും ദൂരേക്കുള്ള ഒരു വോക്കായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും ആ ഫണ്ട് റൈസിങ്ങിൻ്റെ കൂടി ഞങ്ങൾ ജപമാല ചൊല്ലി, അങ്ങനെ 12 ജപമാല ചൊല്ലി പോയിൻറ്റിലെത്തി. അത് എനിക്ക് വലിയൊരു സംതൃപ്തി നൽകി. കാരണം എനിക്ക് വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ക്ഷീണവും ബുദ്ധിമുട്ടും കൂടാതെ ഞാനത് ശരിയാം വിധം നടന്ന് ആ സ്ഥലത്തെത്തി. എനിക്ക് ഇങ്ങോട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഭയങ്കരമായ സുഗന്ധാഭിഷേകമായിരുന്നു. ഞാൻ കൊച്ചിനോടും ഹസ്ബൻഡിനോടും ചോദിച്ചു, നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ എന്ന്. അവർ പറഞ്ഞ് അവർക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന്. മാതാവ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് വലിയൊരു തെളിവും എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന പലപ്പോഴും കേൾക്കാറുണ്ട്. ഒരമ്മച്ചി ഒത്തിരി സീരിയസ് ആയി കിടന്നപ്പോൾ ഞാൻ ആ അമ്മച്ചിക്ക് വേണ്ടി 1000 മണി ജപമാല ചൊല്ലി. ആ അമ്മച്ചി ആ സിക്നസ്സിൽ നിന്നും റിക്കവറായി ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഞാൻ പലപ്പോഴും 4 വട്ടം ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് 1000 മണി ജപമാല ചൊല്ലാറുണ്ട്. പലപ്പോഴും അത് തീരുന്നതും വെളുപ്പിന് 1:30 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും തീരുന്നതൊക്കെ. പക്ഷേ മടി കൂടാതെ ഭക്തിപൂർവ്വം എനിക്കത് ചെല്ലാൻ സാധിക്കുന്നുണ്ട്. 1000 മണി ജപമാലയുടെ ശക്തി വളരെ അധികമാണ്. അതുപോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിലും വളരെ അത്ഭുതം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതുപോലെ ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ തിരുവചനം ഞാൻ ആവർത്തിച്ച് ചൊല്ലാറുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദവും ആയിരുന്നു. എല്ലാവരും ദൈവത്തിൽ പരിപൂർണമായും വിശ്വസിച്ച് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാധിച്ചു കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. സങ്കീർത്തനം 138 3-ാം വചനമാണ്. 9 വർഷം വിസ ഇല്ലാതെ അവിടെ താമസിച്ചു. വളരെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും, നാട്ടിൽ വരാതെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും കാണാതെയുള്ള ജീവിതമായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി എടുത്ത അച്ഛൻ ജോസഫ് അച്ഛനോട് ചെന്നപ്പോഴാണ് UK പ്രാർത്ഥിച്ചതിന് പെട്ടെന്ന് തന്നെ 14 ഡേറ്റ് ഇട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. 13-ാം തീയതി തന്നെയാണ് വിസ അടിച്ച് 14-ാം തീയതി എല്ലാ ബെനിഫിറ്റോടും കൂടി മറ്റാർക്കും കിട്ടാത്ത രീതിയിൽ ഉള്ളൊരു വിസയാണ് ഇവർക്ക് ലഭിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ 9 വർഷം വെറും 3 മാസത്തിൻ്റെ ഉടമ്പടിയിൽ, അതും ഉടമ്പടി എടുത്ത ഉടനെ 3 മാസം പൂർത്തിയാക്കിയില്ല. അതിനു മുമ്പേ അമ്മ ഈശോയോട് പറഞ്ഞ് മധ്യസ്ഥതയിലൂടെ ഇവർക്കത് ലഭിച്ചു തിരിച്ചു കൊടുക്കുകയായിരുന്നു. ഉടമ്പടി മക്കൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം വരില്ല എന്ന് പറഞ്ഞതുപോലെ ഉടമ്പടി എടുത്ത ഉടനെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉത്തരം വരില്ലെന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്.
നമ്മുടെ ഓരോ വിലാപങ്ങളും നമ്മുടെ കരച്ചിലും നമ്മുടെ കണ്ണീരും കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നടത്തി തരുന്നത്. പിന്നീട് ഈ സഹോദരങ്ങൾ പറഞ്ഞത് ഒരു വെക്കേറ്റിൻ്റെ സ്ഥലം താമസിച്ചിരുന്ന വീട് വെക്കേറ്റ് ചെയ്യണമെന്നായിരുന്നു. അതും 27-ാം തീയതി 4 മണിക്ക് മുൻപ് വെക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. വീണ്ടും ഇവർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ 25-ാം തീയതി 27-ന് മുൻപ് ഈശോയും അമ്മയും ഒരു വഴി കാണിച്ചു തരണമെന്നാണ് ഇവർ പ്രാർത്ഥിച്ചത്. ഉടമ്പടിയിലുള്ള മക്കളാണ്. പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ ദൈവം? 25-ാം തീയതി തന്നെ ഒരു കൗൺസിൽ ഇടപെട്ട് വേറൊരു നല്ലൊരു സ്ഥലം മാറ്റിക്കൊടുക്കുകയായിരുന്നു. അതും പോകുന്ന വഴിയിൽ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഒരു മഴവിലിൻ്റെ രൂപത്തിലാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. മക്കളെ ഉടമ്പടിയിൽ നയിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ദൈവ സാന്നിധ്യം, ആ അമ്മയുടെ സംരക്ഷണമാണ് ഇവരനുഭവിച്ചറിഞ്ഞത്. പിന്നീട് എൻ്റെ പാസ്പോർട്ട് റിന്യൂവൽ 12 വർഷം കഴിഞ്ഞിട്ട് ഹോം ഓഫീസിലായിരുന്നു. 12 വർഷത്തെയാണ്. വെറും ഉടമ്പടി എടുത്ത് 3 മാസം പോലും തികയുന്നതിന് മുമ്പ് അതും ഈശോയും അമ്മയും നടത്തി കൊടുത്തു. പ്രോപ്പർട്ടി ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു, അതും 12 വർഷത്തെ. എല്ലാ 12 വർഷങ്ങളാണ് 2 മാസം 1 മാസമാക്കി ചുരുക്കി കൊടുക്കുന്ന ഈശോയും അമ്മയും. ഉടമ്പടി ജീവിതത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യം നൽകുന്ന ദൈവമാണ്, ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നാം ദൈവത്തെ വിളിക്കുമ്പോൾ ഈശോ മറുപടി നൽകും. ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറാതെ വന്നാലും നമ്മുടെ ഹൃദയം ശക്തമാക്കി നമ്മെ നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രാർത്ഥന വെറുതെ അല്ല. ഭയപ്പെടാതെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാലി ബാബുവിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.